നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വനിതാ ദിനത്തിലും ആശമാരെ തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാന സർക്കാർ കള്ളക്കണക്കുകൾ പൊളിഞ്ഞതോടെ പുതിയ കണക്ക് കൂട്ടലിലാണോ? ആശമാരുടെ സമരം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞ ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിക്കും കണക്ക് കയ്യിലില്ലാതെ മടങ്ങേണ്ടി വന്നു. KV തോമസിന് കേന്ദ്രം ഇതിനകം ₹1 പോലും തരാൻ ബാക്കിയില്ലെന്ന് പറഞ്ഞിട്ടും അതിനൊരു മറുപടി പോലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. തുടക്കം മുതൽ ആശമാരെ പരിഹസിച്ചു വന്ന ആരോഗ്യമന്ത്രിക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ CPM CITU നേതാക്കളുടെ പരിഹാസത്തിനിടയിലും ആശമാർക്ക് പിന്തുണയേറുമ്പോൾ കള്ളക്കണക്കിന്റെ ജാള്യതയിലോ നമ്മുടെ ആരോഗ്യമന്ത്രി? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരവേദിയിൽ നിന്ന് ആശാ വർക്കറായ ശ്രീമതി B. ബിന്ദു, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ദീപ അനിൽ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, വനിതാ ദിനമാണ് ഇന്ന്, എന്നിട്ടും ഈ ദിവസം ആശാ വർക്കർമാർക്ക് തങ്ങളുടെ സമരം തുടരേണ്ടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല? അവരുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല? CPMന്റെ സംസ്ഥാന സമ്മേളനം പോഷിപ്പിക്കുന്നതിനുള്ള ശ്രമമായിരുന്നുവല്ലോ ഇന്നും നടന്നത്. അതിനിടയിൽ ആശമാരെ എങ്ങനെ മറക്കുന്നു? ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന ഓണററിയം കൂടുതലാണെന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. കാരണം അവർക്ക് 232 രൂപയാണ് ഒരു ദിവസം കൊടുക്കുന്നത്, 7,000-ഓളം രൂപയാണ്. അത് കൂടുതലാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അതിനകത്ത് യാതൊരു അഭിപ്രായമില്ല. പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രത്യേകത, ഇത് തുടങ്ങുന്നത് തന്നെ 2005 ഡൽഹിയിലെ സ്ലംസിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് തുടങ്ങുന്നത്. ഇവിടെ പലപ്പോഴും ചർച്ചയിൽ വന്ന പല തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 350 രൂപ കൊടുക്കുന്നുണ്ട്. അത് കൂലിയാണ്. ഇവിടെ കൊടുക്കുന്നത് ഈ വാക്ക് തന്നെ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റി, അതായത് സാമൂഹ്യ പ്രവർത്തനം. ഓണററി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സന്നദ്ധ സേവനത്തിന് നൽകുന്ന പാരിതോഷികമാണ്. അപ്പൊ അവർക്ക് ആ രീതിയിൽ കൊടുക്കുന്ന ഒരു വേതനമാണ്. അത് കുറവാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ 2005 ഡൽഹിയിൽ ഇത് തുടങ്ങി, പിന്നീട് ഇത് വ്യാപിപ്പിച്ചു. ഇന്ന് ഇന്ത്യ മൊത്തത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തി ചില്ലാനം പേര് ആശാ വർക്കേഴ്സ് ജോലി ചെയ്യുന്നു. കേരളത്തിൽ ഏകദേശം 26,448 പേരാണ് ആശാ പ്രവർത്തന രംഗത്ത് ജോലി ചെയ്യുന്നത്. ഇവിടെ 2016 ഈ ഗവൺമെന്റ് വരുമ്പോൾ ഉണ്ടായിരുന്നത് 1000 രൂപയാണ്. അത് ഉയർത്തി ഇപ്പോൾ ഏകദേശം 7,000 രൂപയോളം അവർ ഓണററിയം കൊടുക്കുന്നു. ഇപ്പോൾ അവരുടെ സമരത്തിനൊന്നും ഞങ്ങളാരും എതിരൊന്നുമല്ല. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സമരത്തിന് ഇടതുപക്ഷം എതിരാണ്. സമരക്കാരെ പരിഹസിക്കുന്ന ജോലിയാണ് ഇടതുപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM CITU, നമ്മുടെ ആരോഗ്യമന്ത്രി, ഇവരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടു, നാമമാത്രമായ ചില ആശാ വർക്കർമാർ മാത്രമാണ് സമരം ചെയ്യുന്നതെന്ന്. എല്ലാവരും തുടക്കത്തിൽ പറയും ഇവരുടെ ആവശ്യത്തോട് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളതെന്ന്. പക്ഷേ അടുത്ത വാചകത്തിൽ പറയുന്നത് അവരെ പരിഹസിക്കുന്ന ഡയലോഗായിരിക്കും. അല്ല, അത് പറഞ്ഞത് ഇതിനകത്ത് പലരും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു ശ്രമം നടന്നു. ആശാ വർക്കേഴ്സ് സമരം തുടങ്ങുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കാരണം ഒരു സമരം മാത്രമായിരുന്നു. കൂടുതൽ അവർക്ക് ഓണററിയം വേണം, അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് വേണം. റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കുന്ന സ്റ്റേറ്റ് ഉണ്ട്. അവർക്ക് ഓണററിയം കേരളത്തെക്കാൾ കൂടുതൽ കൊടുക്കുന്ന 1-2 സ്റ്റേറ്റിൽ മാത്രമാണ്. തെക്കേ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശും വടക്ക് സിക്കിം 2 സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഓണററിയം കൊടുക്കുന്നുണ്ട്. പക്ഷെ തെക്കേ ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, കർണാടകത്തിൽ 5,000 രൂപയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ 5,000 രൂപയുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന 6,000 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൂടുതലാണെന്നല്ല ഞാൻ പറയുന്നത്, കുറവ് തന്നെയാണ്. അപ്പം ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരെയുള്ള ഒരു നീക്കമാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചു. അവരല്ല ശ്രമിച്ചത്, ആശാ വർക്കേഴ്സ് അല്ല. അതിന് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അതങ്ങനെ വരിക തന്നെ ചെയ്യും. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, സമരം ചെയ്യുന്ന സർക്കാരിനെതിരെയാകുമ്പോൾ അത് ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവർക്കെതിരെയുള്ള സമരമായിട്ടും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പ്രത്യേകിച്ച് ആരെങ്കിലും ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഈ സമരത്തിന് പിന്നിലുള്ള ആവശ്യങ്ങൾ ന്യായമാണെന്ന് താങ്കൾക്ക് പോലും ബോധ്യമായ കാര്യമാണല്ലോ. ഇടത് പക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന താങ്കൾക്ക് പോലും ന്യായമാണെന്ന് തോന്നുന്ന കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഓണറേറിയത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ 7,000 രൂപ കൊടുത്തുകൊണ്ട് ഞങ്ങളാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നതെന്ന് മേനി പറഞ്ഞിരുന്ന ആരോഗ്യമന്ത്രിയൊക്കെയാണ് പിന്നീട് അത് മാറ്റി പറയേണ്ട ഗതികേടിലായി പോയത്. അവർ പറയുന്നത് ഇതിന് കൂടുതൽ കൊടുക്കണമെങ്കിൽ അത് കേന്ദ്രം കനിയണമെന്ന് പറയുന്നു. കേന്ദ്രത്തിന്റെ ഒരു പങ്കാളിത്തവും ഈ ഓണറേറിയത്തിൽ ഇല്ല എന്നത് മറ്റൊരു കാര്യം. 7,000 എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. ഇൻസെന്റീവാണ് കേന്ദ്രത്തിന്റെ വിഹിതം ആയിട്ടുള്ളത്. അവിടെ 60% കേന്ദ്രത്തിന്റെ വിഹിതം. ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറയുന്ന 3,000 രൂപ, അതിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരും കൊടുക്കും. പിന്നെയുള്ള ബാക്കിയുള്ള ഇൻസെന്റീവിലും ഇതുപോലെ തന്നെ 60% കേന്ദ്രവും 40%
സംസ്ഥാനവും കൊടുക്കും. അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമാണ് പണം നൽകാത്തത് എന്ന്. അപ്പോൾ കേരളം നൽകേണ്ട പണം എവിടെയെന്നുള്ള ചോദ്യവും വരും. ആശാവർക്കറായ ശ്രീമതി ബിന്ദു ചേരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ബിന്ദു, നിങ്ങളുടെ സമരം ശക്തമായി തന്നെ തുടരുകയാണല്ലോ. ഇപ്പോൾ ഇന്നെന്തോ ചർച്ചയ്ക്ക് തയ്യാറായേക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ക്ഷണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ചർച്ചയ്ക്കായിട്ട്? എന്താണ് ഇന്നത്തെ സമരത്തിന്റെ ഒരു പ്രത്യേകത, എന്തൊക്കെയായിരുന്നു? ഹലോ സാർ, കേൾക്കാമല്ലോ സാറ്? കേൾക്കാം. കാണുന്നുണ്ടല്ലോ? കേൾക്കാം. ഞങ്ങളെല്ലാം ലൈവ് അല്ലേ സാറേ ഇവിടെ? സാറ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ സാറേ? ഞങ്ങളെല്ലാം ലൈവാണ്. മറ്റേ സാറ് പറഞ്ഞതുപോലെ എനിക്ക് പേര് വ്യക്തമായില്ല, എനിക്ക് ക്ലിയർ അല്ലായിരുന്നു. സാറ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കീഴിലും അല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കൂ. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. കാരണം ഞങ്ങൾ നല്ല ഓരോ രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർ, വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഒരിടത്തും വലിച്ചിഴക്കാനും പറ്റത്തില്ല. ഞങ്ങൾ ആ പ്രസ്ഥാനങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് തുടരാൻ തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ അവിടെയാണ് ഇവിടെയാണ്, ഞങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്, ഞങ്ങളെ അനുഭാവ്യമായി നോക്കിക്കോളും, ഞങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറയാതെ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തൂ സാർ. ഞങ്ങളിന്ന് 27 ദിവസമായി കുറേ വീട്ടമ്മമാർ ഇവിടെ വന്നിരിക്കുകയാണ്, രാവെന്നില്ല പകലെന്നില്ലാതെ ഈ വെയിലും കൊണ്ട്. അറിയാലോ ഇപ്പം മരണങ്ങൾ പോലും സംഭവിക്കുന്ന സൂര്യാഘാതത്തിൽ. അപ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ഞങ്ങളുടെ അതിജീവനത്തിനാണ് സാർ ഞങ്ങളെ ഇവിടെ വലിച്ചഴിച്ച് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ 18 വർഷമായില്ലേ നിങ്ങൾക്ക് ജോലി ചെയ്തു തരുന്നത്. അപ്പം ഞങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം വിളിച്ചും തൊള്ളു തുറക്കുന്നത് ഞങ്ങളെ കുടുംബത്തിന് വേണ്ടിയാണ് സാർ. ഞങ്ങൾക്ക് വയസ്സായ അച്ഛനമ്മമാരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥി കുട്ടികളുണ്ട്. ഞാനൊരു വിധവയാണ്. ഞങ്ങൾ ഈ 62 വയസ്സായിട്ട് ജോലി ചെയ്ത് ഈ 20 വർഷം ജോലി ചെയ്തിട്ടും നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ കൈ പേശി ഇറങ്ങിപ്പോണം. ആ ഒരു നിഗമനത്തിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സാർ. ഇതൊക്കെ കളയൂ. നമ്മൾ മനസാക്ഷി അനുസരിച്ച് നിങ്ങൾ ഈ പാർട്ടിയാണെന്നോ ഞങ്ങൾ ഒരു പാർട്ടിയുടെ കീഴിലിരിക്കുന്നതാണെന്നോ ഞങ്ങളിവിടെ ഈ എന്താ ഈ പിന്നെ മന്ത്രിയെ വലിച്ചിടാൻ വന്നിരിക്കുകയാണെന്നോ ഞങ്ങൾ കുറേ അസഭ്യം പറയുകയാണെന്നോ അങ്ങനെ ഒന്നുമല്ല സാർ. നിങ്ങൾ ഈ കേരള മനസാക്ഷിയുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കൂ. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കൂ. എന്നിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവൂ ഞങ്ങളോട്. ഞങ്ങൾ അഭിമാനമുള്ള ലേഡീസാണല്ലോ സാർ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എന്തെല്ലാം കേട്ടു, ഞങ്ങൾ എന്തെല്ലാം അപമാനം സഹിക്കുന്നു ഇവിടെ ഇരുന്ന്. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ സമരത്തിലേക്ക് വന്നതാണ്. അല്ലാതെ ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിലും അല്ല. ഞങ്ങൾ അന്ന് തൊട്ടേ ഇന്നും പറയുന്നല്ലോ സാറ്, ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, ഞങ്ങൾ അനുഭവപൂർവ്വം ഒന്ന് മനസ്സിലാക്കൂ. ഇന്ന് നമ്മുടെ മന്ത്രി പറയുകയുണ്ടായി, വീണ മന്ത്രി പറയുകയുണ്ടായി യഥാർത്ഥ ആശമാർ ഞങ്ങളോടാണെന്ന്. എന്താണ് സാർ യഥാർത്ഥ ആശമാരെന്ന് ഉദ്ദേശിക്കുന്നത്? അതൊന്നും എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യമാണ്. ഞങ്ങളും അവരോടൊപ്പം ഒരേ സ്വഭാവമുള്ള ജോലി ചെയ്യുന്നതാണ് സാർ. ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവർ മാറി നിന്നേക്കാം. ഓക്കെ, അങ്ങനെയാണ് മാറി. എന്നാലും അവർ മനസ്സുകൊണ്ട് ഞങ്ങളോടൊപ്പമാണ്. ഈ മന്ത്രി ചിന്തിക്കും പോലെ ഈ മാറി നിൽക്കുന്ന ആശമാർക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. ഒന്ന് മനസ്സിലാക്കൂ ഞങ്ങളെ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞത് അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു അടവ് മാത്രമാണ് ശ്രീമതി ബിന്ദു. അവർ പറയുന്നത് നാമമാത്രമായ ആശമാർ മാത്രമേ ഇവിടെയുള്ളൂ എന്ന്. എങ്ങനെയാണ് ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അവർക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. കാരണം CPM-ന്റെ നിലപാടും CITU-വിന്റെ നിലപാടും ഒക്കെ അതാണ്. അതേ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പറയാൻ കഴിയുകയുള്ളൂ. അതാണ് അവർ പറഞ്ഞത്. പക്ഷെ ബിന്ദു, ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആശമാരേക്കാൾ കൂടുതൽ ആശമാർ വന്നിട്ടില്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ? തുടക്ക സമയത്ത് ഇത്രയും കണ്ടിരുന്നില്ല, അങ്ങനെയല്ലേ? അതായത് മറ്റ് സംഘടനകളിൽ നിന്ന് ഈ പറയുന്ന CITU ആണല്ലോ മേനി പറയുന്നത് ഞങ്ങളോടൊപ്പമാണ് 25,000 ആശമാർ എന്നൊക്കെ. പക്ഷേ അവരിൽ നിന്നും ആളുകൾ വരുന്നില്ലേ ഇപ്പോൾ നിങ്ങളോടൊപ്പം? പങ്കാളിത്തം കൂടിയിട്ടില്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ? തീർച്ചയായും സാർ, തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് സാർ. കാരണം ഞങ്ങളെ PHSയിൽ വിളിച്ചിരുന്നു. കൗൺസിലർമാരും JPHമാരല്ല, പിന്നെ മറ്റുള്ളവരെന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസറുമായിട്ട് മീറ്റിംഗ് ഉണ്ടാകുന്നു, പുതിയ ആശമാരെ എടുക്കുന്നു എന്ന് പറയുന്നു. ഒക്കെ പറയുമ്പോൾ സാർ, ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയുമില്ലാതെ ഈ പണി ചെയ്യുന്നവരാണ്. ഈ 7,000 രൂപ പോലും ഞങ്ങൾ വലുതായിട്ട് കാണുന്ന പലരുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ
സാമ്പത്തികം നഷ്ടപ്പെടുമോ, പുതിയ ആശയം എടുക്കുമോ എന്നുള്ള ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് പലരും അങ്ങോട്ട് കയറുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ചിലവർക്കറിയാം, ഇതെല്ലാം സമരം ഞങ്ങളെ സമരത്തെ അടിച്ചമർത്താനാണ് നോക്കുന്നത്. അല്ലാതെ ആനുഭാവികമായി നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ സാർ? ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ സാർ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു. കാരണം 18 വർഷമായി ഞങ്ങൾ ജോലി ചെയ്ത ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ഞങ്ങളെക്കാളും താഴ്ന്നുള്ളവർ, ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്തവരുണ്ട് സാർ. അവരോട് എന്ത് അനുഭവമാണ് നമ്മുടെ സർക്കാർ കാണിക്കുന്നത്? ഇതൊക്കെ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ പാർട്ടി മാറ്റിവെക്കൂ, നിങ്ങൾ കേന്ദ്രമാണെന്നും കേരള സർക്കാരാണെന്നുള്ള കാരണങ്ങൾ മാറ്റിവെക്കൂ സാർ. ഞങ്ങളെ മനുഷ്യരായിട്ട് പരിഗണിക്കൂ, ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കൂ. നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്തു തരൂ. ഞങ്ങൾ ജീവിതത്തിൻ്റെ അങ്ങ് താഴെ തട്ടിൽ ജോലി ചെയ്യുന്നവരല്ലേ? നിങ്ങൾ 18 വർഷം നിങ്ങളോട് ചേർന്ന് നിന്നവരല്ലേ സാർ? അത് ഞങ്ങളെ മനസ്സിലാക്കൂ. നിങ്ങൾ ഈ രാഷ്ട്രീയം മറക്കൂ. ഞങ്ങളെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കൂ. ശരി, അതായത് CITU പറഞ്ഞാലേ സർക്കാരിനൊരു ചർച്ചയ്ക്ക് താല്പര്യമുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻപ് CITU പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും സമരം ചെയ്തതാണ്, ഞങ്ങളുടെയും ആവശ്യം ഇത് തന്നെയാണ് എന്ന്. പക്ഷേ ഇപ്പോൾ CITU ഇവരെ ആക്ഷേപിക്കുവാനാണ് സമയം കണ്ടെത്തുന്നത്. ശ്രീജിത്ത് പണിക്കർ, KV തോമസിന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു ഡൽഹിയിൽ. KV തോമസ് പോയപ്പോൾ വലിയ മേനി പറഞ്ഞിരുന്നു, ഞാൻ പോയി കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്, കണക്ക് പറയാൻ പോവുകയാണ് എന്ന്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നാണ്, എൻ്റെ കയ്യിൽ ഒരു കണക്കും ഇല്ലായിരുന്നുവെന്ന്. അതായത് ആരോഗ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന കാര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ? കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണ് ആശമാർക്ക് ഓണറേറിയം കൊടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നതിലെ കള്ളം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയല്ലേ ശ്രീജിത്ത് പണിക്കർ? ഇന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു 9400 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ് എന്ന്. ശരിയാണ്, 9400 രൂപ സർക്കാരിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ്. കാരണം 7000 ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. ബാക്കി 300 ഫിക്സഡ് ഇൻസെൻറ്റീവും 3000 ഫിക്സഡ് ഇൻസെൻറ്റീവും പിന്നെ ഒരു 3000 കൂടി മറ്റ് ഇൻസെൻറ്റീവുകളും, അങ്ങനെ 6000 രൂപ പരമാവധി കിട്ടുന്നത്. ആ 6000-ൽ 6x4 എന്ന് പറയുന്നത് 24, അങ്ങനെ 2400 രൂപ കൂടി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടി വരും ഈ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ. അതായത് 7000-ഉം 2400-ഉം കൂടുമ്പോൾ 9400 രൂപ. ബാക്കി 3600 രൂപ കേന്ദ്രം കൊടുക്കണം എന്നുള്ളതാണ്. ഈ കേന്ദ്രം 60% തരുന്നില്ല, 60% എന്നൊന്നും പറയുന്നില്ലായിരുന്നു ഇതുവരെ. കേന്ദ്രം പണം തരുന്നില്ല, അതുകൊണ്ട് ആശമാർക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുന്നു. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ പോലും, ഈ പറയുന്ന 3600 രൂപ പോലും കിട്ടാനില്ല എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടും അതിനൊരു മറുപടി നൽകാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്? കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഒഴിയുന്നതാണോ, അതോ CITU അല്ല സമരരംഗത്ത് എന്നതുകൊണ്ടാണോ? ശ്രീ മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് എന്നാണ്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശമാർക്ക് അവർക്ക് കിട്ടേണ്ടുന്ന വരുമാനം മതിയാണോ അല്ലയോ എന്നുള്ളതൊരു സെക്കൻഡ് ഡിസ്കഷനാണ്. മതിയല്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന പണം എത്രയാണോ ആ പണം ഒരു സാലറി അല്ല, പ്രതിഫലം എന്ന കണക്കിലാണ്. അത് അവർക്ക് നൽകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ സർക്കാർ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണോ അതല്ല മറ്റെന്തെങ്കിലും താല്പര്യപ്രകാരമാണോ ഈ പണം കൊടുക്കാത്തത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ചോദിക്കാനുള്ള അവകാശം ആശമാർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവരുടെ ഈ സമരത്തിനെയൊക്കെ തന്നെ പല രീതിയിലത്തേക്ക് അധിക്ഷേപിക്കാനായിട്ട് സർക്കാരും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ വേതനം ഉറപ്പുവരുത്തുക, അത് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ചോദിക്കുക എന്നതിനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു പൗരനുള്ള അവകാശം ഇവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടോ? അവർക്ക് ആ അവകാശം ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിരവധി സമരങ്ങളിൽ കൂടിയാണ് ഈ പ്രസ്ഥാനം വളർന്നത് എന്ന് മേനി നടിക്കുന്ന ആൾക്കാരാണ് CPM-ലുള്ളത് എന്നും നിരവധി സമരങ്ങൾ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നും നിയമനിർമ്മാണം നടത്തുന്നത് എന്നും നമ്മുടെ നാട്ടിലുള്ള പുസ്തകോത്സവങ്ങളിലെല്ലാം പോയി സംസാരിക്കുന്ന മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയാണ് നമ്മുടേത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ന്യായമായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരോട് പുച്ഛമാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട്, CITU-ന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പോൾ CITU-വിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ CITU-ന്റെ പ്രധാനപ്പെട്ട ചില ദേശീയ നേതാക്കൾ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് AR സിന്ധു CITU-വിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ന്യായമായ സമരമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് പോലും കൺഫ്യൂഷൻ ആകും. കാരണം അതിൽ ഒരു ഭാഗത്ത് അവർ പറയുന്നത് ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ്. ഈ സമരത്തിനെ അനുകൂലിക്കുന്നതിൽ BJP-യെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, UDF-നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വലതുപക്ഷത്തുള്ള എല്ലാ മാധ്യമങ്ങളെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില ആൾക്കാരൊക്കെ ഇവരോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളും അവരോടൊപ്പമാണ്. ഇവരെല്ലാവരും തന്നെ ഈ SUCIയുടെ സമരത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക, ഏതെങ്കിലും ഒരു സംഘടനയുടെ അജണ്ടയുടെ പേരിലാണ് ഈ സമരം എന്ന രീതിയിലത്തേക്കൊക്കെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇനി ഇത് രാഷ്ട്രീയമായിക്കോട്ടെ, അത് SUCIയുടെ ബാനറിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും BJPയോ UDFോ സ്പോൺസർ ചെയ്യുന്നതായിക്കോട്ടെ, എങ്കിൽ പോലും അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് എന്നതിനെ പറ്റിയല്ലേ ചിന്തിക്കേണ്ടത്. അവരുന്നയിക്കുന്ന ആവശ്യം ലെജിറ്റിമേറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അവരിവിടെ പറഞ്ഞിരുന്നത് എന്താണ്, അവർക്ക് കൃത്യമായി കിട്ടാനുണ്ടായിരുന്ന പണം അതിന് യാതൊരു വിധത്തിലുള്ള മുടക്കവുമില്ലാതെ അവർക്ക് നൽകുക. അപ്പോൾ അത് ഭാഗികമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 2, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ആ ക്ലാരിറ്റിയുടെ ഭാഗത്താണ് മന്ത്രി വീണ ജോർജ് ആദ്യം മുതൽ തന്നെ കിടന്നുരുളുന്നത്. അതപ്പോൾ നിയമസഭയിൽ ഉള്ളിലാണ്, നിയമസഭയുടെ പുറത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഇന്നുകൂടി വെല്ലുവിളിച്ചു എന്ന രീതിയിലേക്കുള്ള കണക്കുകൾ വരുന്നുണ്ട്. പക്ഷെ അവരുടെ വെല്ലുവിളിയിൽ എന്ത് അർത്ഥമാണുള്ളത് ശ്രീജിത് പണിക്കർ? ഈ പറയുന്ന കാര്യം എന്തായാലും ഈ സമരം കൊണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം എന്നൊക്കെ സർക്കാർ എന്നൊക്കെ പറഞ്ഞുള്ള മേനി അത് പൊളിഞ്ഞടുങ്ങി. അത് മാത്രമല്ല ഈ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞതിലെ കള്ളവും ഇവിടെ പിടിക്കപ്പെട്ടില്ലേ? കേന്ദ്രമല്ല ഈ പണം മുഴുവനും കൊടുക്കുന്നത് എന്ന കാര്യവും ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണം അവിടെ ഓണറേറിയം കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് തീരുമാനിക്കാം. അങ്ങനെ അത് വെളിവായിട്ടില്ല ഇപ്പോൾ. അത് പണ്ട് അഭിനേതാക്കളായിരുന്ന ഇന്നസെന്റും KPSC ലളിതയും പറഞ്ഞതുപോലെ നുണ പറയുന്ന ആൾക്കാരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു നിന്ന് കേരളത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മന്ത്രി വീണ ജോർജിന്റെ ഈ പ്രസ്താവന ഉപകരിച്ചു എന്ന് മാത്രമാണ്. കാരണം നമ്മളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളി സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതുകൊണ്ട് നമ്മളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് എന്ന് ആദ്യം മുതൽ തന്നെ പറയുന്ന ആളാണ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ ലഭ്യമായിട്ടുള്ള രേഖകൾ പ്രകാരം സിക്കിമും ആന്ധ്രാപ്രദേശും 10,000 രൂപ വീതം അവരുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓണറേറിയം കമ്പോണന്റ് അവർ കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്തു നിന്നുള്ള കോൺഗ്രസിന്റെ MP ശ്രീ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് മാസം 2-ാം തീയതി പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ശ്രീമതി അനുപ്രിയ പട്ടേൽ ഒരു വിശദമായിട്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കി അത് പുറത്തിറക്കിയിരിക്കുന്നു. ആ പട്ടികയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത് 10,000 രൂപയാണ്, സിക്കിം കൊടുത്തു വന്നിരുന്നത് 6,000 അത് 10,000 ഉയർത്തിയിട്ടുണ്ട് എന്ന്. ഇപ്പൊ ഇന്ന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വാർത്ത ഓൺലൈനിൽ ഞാൻ വായിച്ചു. അപ്പൊ അതിൽ അവർ സിക്കിമിലുള്ള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഓംകുമാരി പ്രധാനുമായി അവർ ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ കൺഫേം ചെയ്യുന്നുണ്ട് 2022 ഒക്ടോബർ മാസം മുതൽ അവർക്ക് കിട്ടുന്നത് 10,000 രൂപ ഫിക്സ്ഡ് ഓണറേറിയമാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിവരങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇതിനെല്ലാം തന്നെ തമസ്കരിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ദേശാഭിമാനിയാണ് വായിക്കുന്നത് എന്ന സങ്കല്പത്തിൽ എന്തിനാണ് ഒരു മന്ത്രി സംസാരിക്കുന്നത്? അതിൽ മറ്റൊരു കാര്യം കൂടി, ഈ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഈ ആശാസമരം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദേശാഭിമാനിയിൽ വാർത്ത വന്നതാണ് കേരളം കൊടുക്കുന്നത് 13,000 രൂപയാണ് എന്ന്. അതങ്ങനെയല്ല എന്ന് പിന്നീട് മാറ്റി പറയേണ്ടി വന്നു. 7,000 കേരളത്തിൻ്റെ ഫിക്സഡ് ഓണറേറിയം എന്ന്. ബാക്കി 3,000 6,000 രൂപയിൽ അതിൻ്റെ 6,000 രൂപയുടെ 60% 3,600 കൊടുക്കുന്നത് കേന്ദ്രമാണ്. ബാക്കിയുള്ള 2,400 സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അത് പൊളിഞ്ഞടുങ്ങിയപ്പോൾ അടുത്തതായിട്ട് വന്നു കേന്ദ്രമാണ് നൽകേണ്ടത് എന്ന്. അവിടെയും ഈ കണക്ക് അവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം ഉള്ളത് എന്ന്. ഇപ്പോൾ കേന്ദ്രത്തെ നമുക്ക് ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കണമെങ്കിൽ കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടുക എന്ന് നമുക്ക് ആവശ്യപ്പെടാമില്ലേ? കാരണം കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടിയാൽ അതിൻ്റെ 60% കേന്ദ്രവും 40% കേരളവും കൊടുക്കണമല്ലോ. അപ്പോൾ കേന്ദ്രത്തിന്റെ വിഹിതവും കൂടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ കൊള്ളാം. പക്ഷേ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ കേന്ദ്രമല്ലല്ലോ അവിടെ, കേന്ദ്രത്തിന്റെ പങ്കാളിത്തം അല്ലല്ലോ ഉള്ളത്. അല്ല, തീർച്ചയായിട്ടും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത ഈ രീതിയിലത്തേക്ക് തെറ്റിദ്ധാരണാജനകമായി കൊടുക്കുകയും പിന്നീട് അതിൽ തിരുത്തു വരുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് പതിവായിട്ട് നടക്കുന്നതാണ്. ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ്, നടി കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോൾ മോഹൻലാൽ എഴുതി എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ കണ്ടിട്ട് പോലും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഒരു ലേഖനം അവർ പ്രസിദ്ധീകരിച്ചിരുന്നതും അതിലുണ്ടായിരുന്ന ഫാക്ച്വലായിട്ടുള്ള എറേഴ്സും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നെ ആന്തൂരിലെ സാജന്റേതടക്കമുള്ള കാര്യങ്ങളെ, കുടുംബത്തിനെ കുറ്റം പറയുന്നത്, മറിയ ചേട്ടത്തിയുടെ കാര്യം, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവർക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വാർത്ത കൊടുക്കുന്നതിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സങ്കോചമുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ വലതുപക്ഷത്തേക്ക് ചേർത്ത് നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിനെ അല്ലെങ്കിൽ NDA ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലൊക്കെ തന്നെ അവർ കൊടുക്കുന്ന, ആന്ധ്രാപ്രദേശ് തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ കൊടുക്കുന്ന രീതിയിലത്തേക്ക് മാച്ച് ചെയ്യാനായിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ TDP BJP സഖ്യമാണ്.
അവരെ അവിടെ വന്നതിന് ശേഷം ചന്ദ്രബാബു നായിഡുവിന്റെ ഇലക്ടറൽ പ്രോമിസ് ആയിരുന്നു 30 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാർക്ക് 1.5 ലക്ഷം രൂപയുടെ ഗ്രാറ്റുവിറ്റി കൊടുക്കുമെന്ന്. നമ്മളിവിടെ പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗ്രാറ്റുവിറ്റി ഏർപ്പെടുത്തുകയാണ്. പിന്നെ ആശാ വർക്കർമാരായിട്ടുള്ള ആൾക്കാർക്ക്, സ്ത്രീകളാണല്ലോ, അവർക്ക് മെറ്റേണിറ്റി ലീവായിട്ട് 6 മാസം വരെ ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിയാണ് അവർ നൽകുന്നത്. എന്ന് വെച്ചാൽ 6 മാസം 60,000 രൂപ അവർക്ക് കൃത്യമായിട്ട് കിട്ടുകയും അവർക്ക് ലീവ് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് കൂടാതെ ഓക്സിലറി നഴ്സ്, മിഡ്വൈഫ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയ പല കാര്യങ്ങളിൽ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളിൽ എല്ലാം തന്നെ അവർക്ക് പ്രയോറിറ്റി നൽകുന്ന രീതിയിലേക്കും അഡീഷണൽ ആയിട്ടുള്ള പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റും ഉണ്ടാകും. ഞാൻ പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ചന്ദ്രബാബു നായിഡു ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇവിടെ കാണേണ്ടത് വരുമാനം കൃത്യമായിട്ട് കിട്ടുന്നതിന് ഇക്വിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നിരവധി സമരങ്ങൾ നയിച്ചിരുന്ന CITUവിന്റെ ദേശീയ സെക്രട്ടറിയാണ് ഇവിടെ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർക്കാരിനെ ഇത് രാഷ്ട്രീയമായ രീതിയിലത്തേക്ക് മറ്റുള്ള ആൾക്കാരെല്ലാവരും സംഘടിതമായിട്ട് ആക്രമിക്കുകയാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ഇവിടെ ലേഖനം പടച്ചുവിടുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ലേഖനമല്ല, ഒന്നിലധികം ലേഖനങ്ങൾ ഈ രീതിയിലത്തേക്ക് പടച്ചുവിടുന്നത്. പക്ഷെ ഇവര് ചിന്തിക്കേണ്ടത് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറയുന്ന സമയത്തും, തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പറയുന്ന സമയത്തും, ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഒരു തൊഴിലാളി സംഘടനയ്ക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറയാം. പക്ഷെ CITU നിലനിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പലപ്പോഴും ആലങ്കാരികമായിട്ടാണെങ്കിലും ശ്രീ MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ പറയുമല്ലോ, CPMന്റെ പോഷക സംഘടനകൾ എന്ന് നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിലും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒന്നും തന്നെ CPM പറയുന്നത് പോലെ അല്ല പ്രവർത്തിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന 9,000 രൂപ എന്ന രീതിയിലത്തേക്ക് കണ്ടാൽ പോലും പ്രതിദിനം കിട്ടുന്നത് എത്രയാണ്? ഒരു അവധി പോലും എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടുന്ന പരമാവധി വരുമാനം എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള 300 രൂപയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ എന്താണ്, നമ്മുടെ ഈ സാധാരണ ഡെയിലി വേജസ് വർക്കിന് പോകുന്ന ആൾക്കാർക്ക് പോലും ചുരുങ്ങിയത് ഇതിന്റെ 4 ഇരട്ടി കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇവർ ചോദിക്കുന്ന മിനിമം കൂലി 21,000 രൂപ എന്ന് പറയുന്നത് ന്യായമല്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതിന്റെ തമാശ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, CITUവിന്റെ ആള് ലേഖനം എഴുതി വിടുന്ന സമയത്ത് ഈ സമരത്തിനെ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ എന്ന് സംശയം തോന്നുന്നതിന്റെ കാരണം ഇവർ ചോദിച്ചിരിക്കുന്ന ഈ മിനിമം കൂലി 21,000 രൂപ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ന്യായമാണെന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ന്യായമാണ് എന്ന് അത് CITUവിന്റെ നിലപാട് അതാണ്. ശ്രീ പണിക്കർ, CITUവിന്റെ നിലപാട് ഇതാണ്. അതുകൊണ്ടാണല്ലോ ഹരിയാനയിലും മറ്റും CITU മാസങ്ങൾ നീണ്ട സമരം ചെയ്തത്. 21,000 ഫിക്സഡ് ഓണറേറിയം എന്നുള്ളത് CITUവിന്റെ രാജ്യവ്യാപകമായ ഡിമാൻഡാണ്. അത് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ CITU മുട്ടിടിക്കും. അതുകൊണ്ടാണ് പ്രശ്നം. ഒരു ദിവസം എങ്ങാണ്ടോ ജനറൽ ആശുപത്രിയുടെ സമീപത്ത് വന്ന് കുത്തിയിരുന്നിരുന്നു ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ട്. പിറ്റേ ദിവസം സമരത്തിന് തയ്യാറായില്ല. എന്നിട്ട് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതേ ചർച്ചയിൽ വന്നതാണ്, എന്നോടൊപ്പം ഇതേ ചർച്ചയിൽ വന്നതാണ്, നിങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ, ഞങ്ങൾ ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നല്ലോ എന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു, സമരം കഴിഞ്ഞിരുന്നു. മഞ്ജുഷ്, ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് തന്നെയാണ്. അതായത് സമരത്തിന്റെ മുദ്രാവാക്യമായിട്ട് ആശമാർ ഉയർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ കാര്യങ്ങളെല്ലാം ന്യായമാണ് എന്ന് CITUവിന്റെ ദേശീയ സെക്രട്ടറി പറയുന്നു. എന്നിട്ട് തൊട്ടടുത്ത ലൈനിൽ അതിനെപ്പറ്റി പറയുകയാണ്, ഇതെല്ലാം തന്നെ ഇവിടുത്തെ BJP, കോൺഗ്രസ്, വലതുപക്ഷ ബുദ്ധിജീവികള്, മാധ്യമങ്ങള്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, ഇടതു ബുദ്ധിജീവികള്, സാമൂഹ്യ പ്രവർത്തകരെ എന്നിവരെല്ലാം SUCAയുടെ ബാനറിൽ ചെയ്യുന്നതാണെന്ന്. ഇതെങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത്? അപ്പൊ ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെ പൊള്ളത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിലും മറ്റുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന നുണകൾ എന്തൊക്കെയാണെന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. മന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കൊക്കെ പ്രസ്താവനകൾ നടത്തുക. അതേപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഈ CITUവിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ വളർന്നു വന്നിരിക്കുന്ന പാർലമെന്റേറിയൻസ് ആയിട്ടുള്ള CPMന്റെ നേതാക്കന്മാരൊക്കെ ഏത് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്? പരിഹാസ രൂപത്തിലാണ് പറയുന്നത്. ശ്രീ പണിക്കർ, ഒരു സംശയമില്ല, മന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് സാമാജികർ അത് അതേ രീതിയിൽ തന്നെ നിയമസഭയുടെ പ്രിവിലേജ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ വെളിയിൽ പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ്. മന്ത്രി വെളിയിൽ പറയുന്നതും ആരോഗ്യമന്ത്രി വെളിയിൽ പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്, പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കണക്കുകളാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ KV തോമസിന് അവിടെ ചെന്ന് ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണല്ലോ, അദ്ദേഹത്തിന്റെ യാത്രാബത്തയാണ് 11 ലക്ഷമായിട്ട് കൂട്ടിക്കൊടുക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് പോലും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടപ്പോൾ എന്താണ് കണക്കെന്ന് പറയുവാൻ പറ്റാത്ത രീതിയിലായിപ്പോയി, മടങ്ങേണ്ടി വന്നു. ഇനി അടുത്ത ദിവസം എന്തോ കണക്ക് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീമതി ദീപ അനിൽ, നിങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ സമരത്തിൽ ഇടപെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആശാവർക്കർമാരെ സംഘടിപ്പിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ SUCA ആണ് സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്ന ആശമാർക്ക് ഒട്ടേറെ പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. എന്തായാലും നല്ലത്, കോൺഗ്രസ് ഈ സമരത്തിൽ പൂർണ്ണമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് എങ്ങനെ തീരും, എങ്ങനെ തീർക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശയമുണ്ടോ? കോൺഗ്രസിന് പോലും ഇപ്പോൾ അതിലൊരു വ്യക്തതയുമില്ലല്ലോ. ആരോഗ്യമന്ത്രി കൈമലർത്തുകയാണ്.
ഈ ഒരു സമരം ഇപ്പോ മഞ്ജുഷ് ചോദിക്കേണ്ടായല്ലോ, കോൺഗ്രസിന് ഇത് ആദ്യം തന്നെ ഇത് ഏറ്റെടുത്ത് കൊണ്ടുവന്നുകൂടായിരുന്നോ എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ആശാ വർക്കർമാരെ പോലെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടില് സന്നദ്ധ സേവനം നടത്തുന്ന ഇത്രയധികം നിസ്വാർത്ഥമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു വിഭാഗത്തിനെ ഗവൺമെന്റ് ഇത്രയും അവഗണനയോടുകൂടി കാണുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരം 2 ദിവസം നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം നിൽക്കുമായിരിക്കും കൂടി പോയാൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒത്തുതീർപ്പിലേക്ക് വരികയും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെട്ടതായിരുന്നു 700 രൂപ പ്രതിദിന വേതനം ഈ ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർക്കും ഒക്കെ കൊടുക്കുമെന്നുള്ളത്. 50-ന് അടിയന്തിരമായി നടപ്പാക്കുന്ന 50-ന് വാഗ്ദാനങ്ങളില് 45-ാമത്തേതായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു ഇത്. അപ്പൊ ഇതൊരു സമരവുമായിട്ട്, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ ഒരു ഗവൺമെന്റിന് അടുത്തേക്ക് ആ വാഗ്ദാനങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നു. അപ്പൊ അതിലൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 3 ദിവസമായി, 4 ദിവസമായി, ഇന്നിപ്പോ 27 ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൊടിയുടെ ബാനറിലേക്ക് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഇതിലൊരു രാഷ്ട്രീയം കൊടുക്കാനോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അങ്ങനെ ഒന്നുമല്ല. കാരണം നമ്മൾ ഓരോ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ആശാ വർക്കർമാർ എന്നുള്ളത്. അപ്പൊ അവർ ചോദിക്കുന്ന ആവശ്യങ്ങളും ന്യായമാണ്. അപ്പൊ തീർച്ചയായിട്ടും പൊതുസമൂഹം ഒന്നടങ്കം ഈ ഒരു സമരത്തെ അനുകൂലിക്കുകയാണ്. ഇടതുപക്ഷത്തിൽപ്പെട്ട ചിലരും CITUവില് തന്നെ ചിലർ ഒളിഞ്ഞും മാത്രം ഒളിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തെളിഞ്ഞ് മാത്രം അവർക്ക് പേടിച്ചിട്ട് തെളിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആളെ കണ്ടു. ഇന്ന് ആനി രാജ പറഞ്ഞിട്ടുണ്ട്, CPIയുടെ പ്രമുഖയായ നേതാവാണല്ലോ, അവർ പറഞ്ഞിട്ടുണ്ട് ആശാ സമരം ന്യായമായതാണ്, ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന്. അങ്ങനെയുള്ള ശബ്ദങ്ങളും വരുന്നുണ്ട് ഇടതുപക്ഷത്ത് നിന്ന്. അത് നല്ല കാര്യമാണ്. അവർക്ക് ബോധ്യമുണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന്. ദീപ, ആശാസമരം ന്യായമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. കാരണം 7000 രൂപ വെച്ച് ഒരു ദിവസമെങ്കിലും ഈ മന്ത്രി വീണ ജോർജിനും ശ്രീ പിണറായി വിജയനോ ഒരു ദിവസം ജീവിക്കാൻ കഴിയുമോ ഈ 7000 രൂപ വെച്ചിട്ട്? അപ്പൊ ഒരു മാസം മിക്കവാറും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് അറിയുന്നതാണ്, സിംഗിൾ പാരന്റ്സ് ആണ് കൂടുതലും. വിധവകളായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് ഈ 7000 രൂപ എന്ന് പറയുന്ന ഈ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് ആ ഒരു കുടുംബം 30 ദിവസം ഓടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് കാലത്തെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിനിടയ്ക്ക് തന്നെ എത്ര പകർച്ചവ്യാധികളാണ് നമ്മുടെ നാട്ടിൽ വന്നത്. ഈ സമയത്തെല്ലാം തന്നെ മരുന്നും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ രോഗികളെ സമീപിക്കുന്നതും ആശാ വർക്കർമാർ ാണ്. അപ്പൊ അവരുടെ ജീവനും ആരോഗ്യവും അവരുടെ വീട്ടിലിരിക്കുന്നവരുടെ ഇവര് വൈറസ് വാഹകരായി പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ഗവൺമെന്റ് ആശുപത്രികളുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ അവർ പൈസ ചെലവാക്കി പോവേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അവരതൊക്കെ മീറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട്? അപ്പൊ ഇതെല്ലാം ചിന്തിക്കണ്ടേ? ഒരു മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ CIT ഇവിടെ പറയേണ്ട രാജ്യവ്യാപകമായിട്ട് അവര് 700 രൂപ പ്രതിദിനം നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല? തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ അഹങ്കാരമല്ലേ? ഇത് എന്നിട്ട് അവർ പറയുന്ന വാദം എന്താണ്? ഇതൊരു ചെറിയ വിഭാഗമാണ് സമരം ചെയ്യുന്നത് എന്നാണ്. CITU നമുക്കറിയാമല്ലോ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ CHSകളും PHSകളും പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരും പ്രവർത്തിക്കുന്നത്. പേടിച്ചിട്ടാണ് ഒരുപാട് പേരും ഇതിലേക്ക് വരാത്തത്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള എത്രയോ പേര് അവിടെ സമരത്തിന് വന്നിരിക്കുന്നുണ്ട്. പിന്നെ പൊതുസമൂഹം മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത്. ഈ കേരളം മുഴുവൻ ഒരു സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമരമാണ് ആശാ വർക്കർമാരുടെ സമരം എന്ന് പറയുന്നത്. കാരണം ആശാ വർക്കർമാരുടെ സേവനം കൈപ്പറ്റാത്ത ഒരു കുടുംബം പോലും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും മിനിമം ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അഹങ്കാരവും അവഗണനയും, ഇതുപോലെ ഒരു അവഗണന അല്ലെങ്കിൽ എത്ര മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും CITUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അവരെയൊക്കെ അഭിസംബോധന ശരിയാണ്, ഒരു സംശയമില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ കണക്കൊക്കെ പറയുമ്പോൾ 13,000 രൂപ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഇന്ന് വീണ ജോർജും പറയുന്നുണ്ടായിരുന്നു. 7,000 ഓണറേറിയം അത് കിട്ടും, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് ആദ്യ 3,000 ഇൻസെന്റീവിൽ ഒരു 1,200 കിട്ടും, പിന്നത്തെ 3,000 ഇൻസെന്റീവിൽ മറ്റൊരു 1,200 കിട്ടും, അങ്ങനെ 9,400 കിട്ടും. പിന്നെ കേന്ദ്രം നൽകിയാൽ ബാക്കി
600 രൂപയും കൂടി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊരു മെസ്സേജ്, ഒരു ആശാ വർക്കർ അയച്ച മെസ്സേജാണ്. ഞാൻ ആശാ വർക്കറാണ്, 3000 + 3000 ഇൻസെൻറ്റീവ് ഇല്ല, ഫിക്സഡ് 3000 മാത്രമേ കിട്ടൂ, ബാക്കിയുള്ള 3000-ൽ 1000 കിട്ടിയാൽ കിട്ടി. കാരണം ഇൻസെൻറ്റീവ് ക്രൈറ്റീരിയ എന്നാണ്, അതിന് കുറേയേറെ വ്യവസ്ഥകളുണ്ടല്ലോ. ഇത് ശരിയാണല്ലോ അല്ലേ ശ്രീ? ശരിയാണ്. ബിന്ദുവിന് അത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ബിന്ദു, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണോ ആരോഗ്യമന്ത്രിയൊക്കെ ഈ പറയുന്നത്? നിങ്ങൾക്ക് 13,000 രൂപ കിട്ടുമെന്നാണ് പ്രചാരണം, അതിൽ 9,400 ഉറപ്പാണ് അത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് കിട്ടുന്നതാണ് എന്നും. ഇങ്ങനെയാണോ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? പറയുന്നത് കുറേ സത്യവും കുറേ കള്ളവുമാണ് സാർ. എന്ന് വെച്ചാൽ ഒരു വാർഡിൽ ഒരു ആശാ വർക്കർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ് കുറച്ച് ഈ ഇഞ്ചക്ഷനൊക്കെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എങ്ങനെയായിരുന്നാലും ഒരു 12 രൂപയൊക്കെ ചിലവർ വാങ്ങുന്നവരുണ്ട്. അതും ഈ ക്രൈറ്റീരിയകൾ മൊത്തം ചെയ്തു വന്ന, അല്ലാതെ ഈ പറയുന്നതൊന്നും വാസ്തവമല്ല. നമുക്കറിയാലോ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഞങ്ങൾ സമരം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഡം, ഞാനൊരു കാര്യം പറയാം, ഈ സമരം എത്രത്തോളം നീണ്ടു പോകുമ്പോൾ ഞങ്ങൾ ഫീൽഡ് തലത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ആ ജനങ്ങളുടെ മനസ്സും പൾസും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ എത്രത്തോളം ഈ സമരപന്തലിൽ ഇരുത്തുമോ അത്രത്തോളം നിങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സത്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് എനിക്ക് ഒരുപാട് പറയാനുള്ളത്. നിങ്ങൾ സ്വയം അങ്ങ് താഴരുത്. ഞങ്ങളെ ഈ ഏത് രീതിയിലാണ് ഞങ്ങളെ സെറ്റിൽ ചെയ്യാൻ പറ്റും അത്ര രീതിയിൽ എത്രയും വേഗം ഞങ്ങളെ സെറ്റിൽ ചെയ്തു വിടൂ. എന്തേലും ഒരു ചർച്ചയ്ക്ക് വരൂ, എന്താണേലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ഇത്രയും ദിവസം ഇരുന്ന് എണീറ്റ് പോകും, ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം മതിയായി ഇനി എന്ന് ഇറങ്ങിപ്പോകും എന്ന് പറ. അല്ലാതെ എന്താ ഇത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ വലിച്ചഴിച്ച് കുറേ വീട്ടമ്മമാരെ ഇന്ന് ഇവിടെ വന്ന ആൾക്കാരെ കണ്ടല്ലോ. ഞങ്ങൾക്ക് കേരളം മനസാക്ഷിയുള്ള എല്ലാവരും ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോഴും പറയുന്നത് ഇതാണ്, നിങ്ങൾ ജയിച്ചിട്ടേ വരാവുള്ളൂ, ഞങ്ങളൊപ്പമുണ്ടെന്ന്. ജനങ്ങളാണ് ഞങ്ങളോടൊപ്പം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്തുകൊണ്ട് നമ്മളെ മന്ത്രിമാർക്ക് മനസ്സിലാകുന്നില്ല? ഞങ്ങൾ ഈ തുല്യരായി ഞങ്ങളിങ്ങനെ ആധികാരികമായി സംസാരിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ നേതാക്കന്മാരെ പോലെ സംസാരിക്കാനൊന്നും ഈ പാവപ്പെട്ട ആശമാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മന്ത്രിമാരെയും ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരെയൊക്കെ ഗുരുതുല്യരായി കരുതുന്നവരാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളോട് എന്താ ഇവർ കാണിക്കുന്നത്? അറിയത്തില്ല സാർ, എനിക്കത് കൂടുതലായിട്ടൊന്നും പറയാനും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ വിഷമങ്ങൾ, ഞങ്ങൾക്ക് സാലറി, ഞങ്ങൾക്ക് ഈ ഓണറേറിയോ ആണെങ്കിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണെങ്കിലും ഞങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കൂ. അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് രണ്ടാളും ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്തു തരാൻ പറ്റുന്നതെന്ന് ചെയ്തു തരൂ. ഇതൊന്ന് സെറ്റിൽ ചെയ്യൂ. ഞങ്ങൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാ, വയസ്സായ അച്ഛനും അമ്മമാരും. അതിനേക്കാൾ ഉപരി ഫീൽഡ് തലത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഞങ്ങളെ പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയറിലായിരുന്നാലും അമ്മമാരായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും കൗമാരപ്രായക്കാരായിരുന്നാലും ഒരുപാട് കർത്തവ്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ദയവായി ഇതിനൊന്ന് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കൂ. ഇതേ എനിക്ക് പറയാനുള്ളൂ. ആശ എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ എത്ര തരുന്നു എന്ന് പറഞ്ഞാൽ 20 തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു 20,000 രൂപ കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒന്നും കൊണ്ടുവന്ന് ബാങ്കിലിടാനോ അവിടെ ഇടാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങളുടെ തന്നെ നികുതിയായിട്ട് പകുതിയും വരുന്നുണ്ട്. ഒരു സോപ്പ് വാങ്ങുന്നു, അരി വാങ്ങുന്നു, തുണി വാങ്ങുന്നു, ഇതെല്ലാം കുറേ നിങ്ങളുടെ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ മനസ്സിലാക്കൂ. സാധാരണ വീട്ടമ്മയുടെ ഒരു വേദനയിലാണ്. ഞാൻ വീട് മൊത്തം നോക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഞങ്ങളെ ഭാഗത്ത് വന്ന് എന്താണെന്ന് ചിന്തിക്കൂ. നിങ്ങളിത് പാർട്ടി വലിച്ചിടാനോ കേന്ദ്രത്തിലോട്ടോ സംസ്ഥാനത്തിലോട്ടോ ഒന്നും വലിച്ചിടാതെ ഒരു കൂട്ടായി ഒന്ന് ചിന്തിക്കൂ. ഇത്രയും ദിവസമായില്ലേ, ഒന്ന് ചിന്തിച്ച് ഞങ്ങളെ പറഞ്ഞയക്കൂ. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, കേന്ദ്രം ഇതിന് തയ്യാറായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം KV തോമസ് തന്നെ ഇത് പറയുകയാണ്. കേന്ദ്രത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആശമാരുടെ പ്രശ്നം, അക്കാര്യം സംസ്ഥാന സർക്കാർ ഞങ്ങളെ അറിയിക്കൂ എന്ന്. പക്ഷേ പോയ KV തോമസ്, അദ്ദേഹം സാധാരണ അങ്ങനെ പരാജിതനാകുന്ന ഒരാളല്ല. അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാറുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് അത്രത്തോളം ബന്ധം അവിടെയുണ്ട്. വലിയ ശമ്പളം കൊടുത്താണല്ലോ അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത്, യാത്രാബത്തയും ഒക്കെ കൊടുത്ത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം സംസ്ഥാന സർക്കാർ. ആ ഒരു ബോധ്യം അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ലായിരുന്നു. ഒന്നുകിൽ ഈ കേന്ദ്രം എന്താണ് ചെയ്യുന്നത് എന്ന കാര്യം, എന്താണ് അതിനകത്തുള്ള പൊരുത്തക്കേട് എന്ന കാര്യം സംസ്ഥാന സർക്കാർ അറിയിക്കണം. അതല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ആരോഗ്യമന്ത്രി പറയുകയാണ് കേന്ദ്രമൊന്നും തരുന്നില്ലേ എന്ന്.
എന്താണ് എന്നുള്ള കാര്യം ഇതുവരെ അവിടെ കടലാസിന്റെ രൂപത്തിൽ എത്തിയിട്ടില്ല. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഞാൻ പറഞ്ഞതല്ല, KV തോമസ് പറഞ്ഞതാണ്. കേരളത്തിന്റെ അംബാസഡർ ആണല്ലോ ഡൽഹിയിലെ, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആരോഗ്യമന്ത്രിയെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കാം? അല്ല, ഇതിനകത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെന്റ് 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഗ്രാൻഡായി നൽകണമെന്നാണ് തുടങ്ങുമ്പോൾ തന്നെ. ഇൻസെന്റീവ് ഡിപ്പെൻഡ് ഓൺ ദ ഗ്രാൻസ് പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് അതിൽ പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ആക്ടിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, NRHMന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് ഒരു സന്നദ്ധ സേവനമായിട്ടാണ് ഇതിനെ പരിഗണിച്ചിരുന്നത്. 2014 ഗവൺമെന്റ് വരുമ്പോൾ അതിനെ 1000 രൂപ നിന്ന് ഞങ്ങൾ ഉയർത്തി. ഇപ്പോൾ അവർ തന്നെ പറയുന്നു ഈ 13,000 രൂപയിൽ ഏകദേശം 10,000-ഓളം രൂപ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 13,000 വരെ കിട്ടുന്നവരുണ്ട്, വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. 13,000 വരെ കിട്ടുന്നവരുണ്ട്. അതിൽ 10,000-ൽ പരം രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ആ ഇൻസെന്റീവിന്റെ വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടത്. അതിലാണ് ഈ കുടിശ്ശിക ഉണ്ട്. അതിന്റെ വ്യക്തമായ കണക്ക് നമ്മുടെ ആരുടെ കയ്യിലില്ല. കുടിശ്ശിക ഉണ്ട് എന്ന് പറയുന്നത് വ്യക്തമായ കണക്ക് കേന്ദ്രം പുറത്തുവിട്ടു. കേന്ദ്രം പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ. ഇൻസെന്റീവ് എന്ന് പറയുന്നത്, കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് എന്ന് പറയുന്നത് 3,600 രൂപ പരമാവധി. അത് തന്നെയാണ് ഒരു ആശാവർക്കർ മെസ്സേജ് ആയിട്ട് അറിയിച്ചത്. ആദ്യ 3,000-ൽ മാത്രമേ ആ ഫിക്സഡ് ഇൻസെന്റീവ് ഉള്ളൂ. അത് കൺഫ്യൂഷൻ ആക്കരുത്. ആദ്യ ഇൻസെന്റീവായി 3,000 രൂപയിൽ മാത്രമേ ഉള്ളൂ 1,800 രൂപ കേന്ദ്ര വിഹിതം. ബാക്കി 3,000 എന്നുള്ളത് കിട്ടിയാൽ കിട്ടിയെന്നാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണെങ്കിലും കേന്ദ്രത്തിന്റെ വിഹിതമാണെങ്കിലും അത് ക്രൈറ്റീരിയ അങ്ങനെയാണ്. ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ഈ ഓണറേറിയം ഇവർ കൂട്ടാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ കൂട്ടാനാണ്. കാരണം അത് CITUവിന്റെ പ്രഖ്യാപിതമായ നിലപാട്, CPM-ന്റെ പ്രഖ്യാപിത നിലപാടാണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. ഈ ഓണറേറിയം കൂട്ടണം എന്നുള്ളത് അല്ല, ഇൻസെന്റീവിന്റെ കാര്യമല്ല. മഞ്ചേഷ്, ഞാനത് പറഞ്ഞോട്ടെ. അതായത് 2016 1000 രൂപയുള്ളായിരുന്നു ഓണറേറിയം. ശരിയാണ്, 1000 രൂപയ്ക്ക് പറ്റുന്ന കാര്യമാണോ? 1000 രൂപ അത് 7,000 ആക്കി, നല്ല കാര്യം. ജീവിത ചെലവ് കൂടിയില്ലേ? ഇപ്പോൾ 7,000 രൂപയ്ക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അവിടെ താരതമ്യം പോലും ഇല്ല. ഞാൻ പറയാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്, ആന്ധ്രാപ്രദേശ് സിക്കിമും കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് കേരളമാണ്. അതെങ്കിലും സമ്മതിച്ചുവല്ലോ. ഇതുവരെ ഒന്നെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്രയും നാളും ഒന്നെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ് അതിപ്പോൾ 2 സംസ്ഥാനങ്ങളുണ്ട്. അവിടെയെല്ലാം ഇതിൽ കുറച്ചാണ് കൊടുക്കുന്നത്. തൊട്ടടുത്ത് തെലങ്കാനയിൽ അവർ കൊടുക്കുന്നത് 5,000 രൂപയാണ്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവർ ഇതിൽ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ആയിരുന്നു 2016 വരെ ഭരിച്ചത്. അന്ന് കൊടുത്തിരുന്നത് വെറും 1,000 രൂപയാണ്. ആ 1,000 രൂപയിൽ നിന്ന് ഈ 8 വർഷം 9 വർഷമായിട്ട് ഇതൊക്കെ പറയാനല്ല. കേരളം ഇക്കാര്യത്തിലൊക്കെ ഈ തൊഴിലാളി സ്നേഹത്തിന്റെ കാര്യത്തിലും തൊഴിലാളി വർഗ സമരത്തോടുള്ള സമീപനത്തിന്റെ കാര്യത്തിലുമൊക്കെ വേറിട്ട് നിൽക്കുന്നതല്ലേ? കേരളം ഭരിക്കുന്നത് ആരാണ്? ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. അപ്പോഴാണ് 27 ദിവസമായിട്ട്, ഇന്ന് വനിതാ ദിനമാണ്, ഇന്ന് വനിതാ ദിനത്തിലാണ് പറയുന്നത് കേട്ടല്ലോ ബിന്ദു പറയുന്നത്, തലസ്ഥാനത്ത് പൊള്ളുന്ന ചൂടാണ്. ആ ചൂടത്താണ് കഴിഞ്ഞ 27 ദിവസമായിട്ട് ഇവർ ഇരിക്കുന്നത്. അതിനിടെ മഴ പെയ്തു, കോരിച്ചൊരിയുന്ന മഴ പെയ്തു. ആ സമയത്ത് ഒരു ടാർപോളിൻ പോലും വലിച്ചു കെട്ടാൻ പോലീസ് അനുവദിച്ചില്ല. മഴ നനഞ്ഞായിരുന്നു അവരുടെ സമരം. രാപ്പകൽ സമരമാണ്, അതല്ലാതെ രാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന സമരമല്ല ഇത്. രാപ്പകൽ സമരമാണ് അവർ നടത്തുന്നത്. അത് എവിടെയാണ്? ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ മുന്നിൽ. എന്നിട്ടാണ് തിരിഞ്ഞു നോക്കാത്തത്. മഞ്ചേഷ, ഞാൻ പറയട്ടെ, സമരചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. രാത്രിയിലും പകലും എത്രയോ ദിവസങ്ങൾ, മാസങ്ങളോളം ഇവിടെ ഒരിക്കലും ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സമരം എനിക്ക് ഓർമ്മയുണ്ട്. എത്രയോ മാസം, 4-5 മാസം സമരം നീണ്ടു നിന്നു. സമരം അങ്ങനെയാണ്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകണം. എനിക്ക് അവരോട് പറയാനേ ഉള്ളത്, നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള പരിപൂർണമായ അവകാശമുണ്ട്. സമരത്തെ നിഷേധിക്കാൻ, വിശേഷിച്ച് വരെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പോലെ ഗവൺമെന്റിനെ സമരത്തെ നിഷേധിക്കാനോ തള്ളിക്കളയാനോ പാടില്ല. പക്ഷെ അവരുടെ ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കേരളം നേരിടുന്ന പലമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, പിന്നെ ഇൻസെന്റീവ് ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ള തുക, അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആ തുകയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം കണക്കില്ല എന്ന് പറയുന്നത് എന്ത് വ്യർത്ഥമായ കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കേന്ദ്രം തരാനുണ്ട് പണം, അതുകൊണ്ട് ആശാവർക്കർമാരെ ഞങ്ങൾക്ക് നന്നായിട്ട് നോക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആ കണക്കുമില്ല സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ. ശ്രീമതി ബിന്ദു, ഇതുവരെ നിങ്ങളോട് ഇങ്ങനെ ഈ കേന്ദ്രം പണം തരാനുണ്ട് അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഈ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ പൂർണ്ണമായിട്ടും ആരോഗ്യമന്ത്രി കള്ളം പറഞ്ഞതാണ് എന്നാണോ, അതോ കേന്ദ്രത്തിന്റെ കുഴപ്പവും ഉണ്ടെന്നാണ്? ഇപ്പോൾ സുരേഷ് ഗോപി നിങ്ങളുടെ സമരത്തിൽ വന്ന ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചുവല്ലോ, അതിന്റെ പേരിലും നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നുവല്ലോ. അതെ സാർ, അതെ എന്തുകൊണ്ട് ഞങ്ങളെ ഇത്രയും വലിച്ചഴിച്ചു? ഞങ്ങൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് ഇത് സെറ്റിൽ ചെയ്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ PHSCയിൽ ഞങ്ങൾ 11 പേരും ഉണ്ടായിരുന്നു.
എന്നോട് പലരും വന്ന് ഞങ്ങൾ ഈ സമരത്തിലോട്ട് വന്നപ്പോൾ പല കുട്ടികളും വന്ന് ചേച്ചി ഇത് എത്ര ദിവസം നിൽക്കും? ഞാൻ അവരോട് പറഞ്ഞ കാര്യം, എടാ ഇത് 4-5 ദിവസം നിൽക്കുകയുള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മന്ത്രിയോട് വന്ന് പറയുക. കാരണം അവർക്കറിയാലോ നമ്മൾ എന്തുമാത്രം ജോലി ചെയ്യുന്നു, എന്തൊക്കെ സർവേ ചെയ്യുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റാത്ത 24 മണിക്കൂർ ഉറങ്ങാനും നമുക്ക് ടെൻഷനാണ്. രാവിലെ ഇന്നതൊക്കെ ചെയ്യണമല്ലോ, ഇന്ന കണക്ക് കൊടുക്കണമല്ലോ, ഇന്ന സ്ഥലത്ത് പോകണമല്ലോ, ഇതാണ് ഞങ്ങളുടെ ടെൻഷൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാം. അവരൊരു വനിതാ മന്ത്രിയല്ലേ, നമുക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്ര 27 ദിവസമായി. ഞങ്ങൾക്ക് ഒരു 5, 6, 7, 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഐക്യദാർഢ്യവുമായിട്ട് വന്നത്. ആരുമില്ലാത്തവരെ ആരെങ്കിലുമൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ ഞങ്ങളിവിടെ വരുന്നവരെല്ലാം ചേർത്ത് നിർത്തുകയാണ് സാർ ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങൾ ഒരു കാര്യമായിട്ട് വന്നു, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വന്നു. അത് കിട്ടിയാലേ പോവുള്ളൂ. ഞങ്ങൾക്കത് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ സാർ. ഞങ്ങൾ ഈ സമരമായിട്ട് ഇനി ഇവരെ എത്രയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കുമോ, എത്ര ദിവസം ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ തുടരും. ഇവിടെ തന്നെ കഞ്ഞി വെച്ച് കുടിക്കും. ഞങ്ങൾ കഞ്ഞിയെങ്കിലും കുടിക്കുന്നുണ്ട്. ഞങ്ങളെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ഒരുപാട് ദൂരമുള്ളവരുണ്ട്. തൃശ്ശൂർ വരെ ഉള്ളവർ ഇവിടെ വന്ന് കിടക്കുകയാണ്. അവർക്ക് എന്തുമാത്രം വിഷമവും. കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, വയസ്സായ അച്ഛനും അമ്മയും ഇട്ടിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതൊക്കെ എന്തേ ഇവർ മനസ്സിലാക്കാത്തത്? ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ആ സമയത്താണ് സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ഒരു സമരമാണ് ഈ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില തിയറികളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ കനകോലു സിദ്ധാന്തമാണ് ഇതിന് പിന്നിലുള്ളത്, അവിടെ കോൺഗ്രസിന്റെ പങ്കാളിത്തമാണ് ഉള്ളത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ ശ്രീ ശ്രീജിത്ത് പണിക്കർ? ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നോക്കൂ, ഇത് വളരെ ന്യായമായ ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിനെയും സമരക്കാരെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പല സംഘടനകളും പല വ്യക്തികളും സമരം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഇതേപോലെ തന്നെ കുടില് കെട്ടിയുണ്ടായിരുന്ന സമരമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ ആശയപരമായിട്ടാണെങ്കിലും ഒക്കെ അവരോട് ചേർന്ന് നിന്നിട്ടുമുണ്ട്. എന്നിട്ടും അത് സർക്കാരിനെ പലതും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള സമയം വേണ്ടിയിരുന്നു. ഒരുപക്ഷെ ഇവർ സമരം ചെയ്യുന്നു, 1ാമത്തെ ദിവസം കഴിയുമ്പോഴേക്ക് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ഗവൺമെൻറ്റാണ്, കൂടുതലായിട്ടുള്ള കൂടിയാലോചനകളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഇവരെ പൂർണ്ണമായിട്ടും അധിക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന അവകാശങ്ങളൊന്നും തന്നെ ന്യായമാണ് എന്നുള്ള ഒരു പ്രതീതി പോലും സമൂഹത്തിൽ ഉണ്ടാകുന്നതിന് ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സഭയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് ഓരോ സംസ്ഥാനവും എത്രയാണ് പണം നൽകുന്നത് ആശാവർക്കർമാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി വീണ ജോർജ് പറഞ്ഞിരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശ് എത്ര രൂപ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞതെന്ന് മഞ്ജുഷിന് ഓർമ്മയുണ്ടോ? 1000 രൂപ എന്നാണ് പറഞ്ഞത്. 10,000 രൂപയാണ്. അതായത് കേന്ദ്രം കൊടുക്കേണ്ടുന്ന ഇൻസെന്റീവിനെ കൂടി സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷനായി കണ്ടുകൊണ്ട് 10,000 രൂപയാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ അവിടെ മന്ത്രി പറഞ്ഞത് 1000 രൂപ എന്നാണ്. സിക്കിമിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഉത്തരവ് ഇവിടെയുണ്ട്, ആ ഉത്തരവ് മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 2018 ഉണ്ടായിരുന്ന ഒരു ഓർഡറാണ് എടുത്ത് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുപ്രിയ പട്ടേൽ അടക്കം മറ്റ് കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, സിക്കിം ഈ അടുത്ത കാലത്താണ് 10,000 ഇത് ഉയർത്തിയിട്ടുള്ളത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയുന്നു. ആ സാഹചര്യത്തിലാണ് മനോരമ പോലെയുള്ള നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ സിക്കിമിലുള്ള ആശാവർക്കർമാരുടെ അസോസിയേഷന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം അവർ കൺഫേം ചെയ്യുകയാണ് 2022 ഒക്ടോബർ മാസം മുതൽ അവർക്ക് 10,000 രൂപയായിട്ട് അത് കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ നറേറ്റീവുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ശ്രമിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കണക്ക് പുറത്ത് പറയുന്നതിന് വേണ്ടിയിട്ട് പോലും മന്ത്രിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറയാം, സർക്കാരിൻ്റെ കമ്പോണൻ്റ് എത്രയാണ്, സംസ്ഥാന സർക്കാർ എത്രയാണ് കൊടുക്കുന്നത്, കേന്ദ്ര സർക്കാർ എത്രയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഇൻസെൻറ്റീവിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, ആ റേഷ്യോ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ്, ഈ 13,000 മുകളിൽ കിട്ടുന്നു എന്ന അർഹതയുള്ള എത്ര ശതമാനം ആൾക്കാരുണ്ട്, എക്സ്ട്രാ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 3,000 രൂപ അഡീഷണൽ കിട്ടുമെന്ന് പറയുമ്പോൾ എന്ത് എക്സ്ട്രാ ജോലികളാണ്, അത് പരിഗണിക്കുന്ന മാനദണ്ഡം എന്താണ്, അങ്ങനെ കിട്ടുന്ന എത്ര ശതമാനം ആശാവർക്കർമാരുണ്ട്, ഈ കാര്യത്തിനെ പറ്റി നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തിക്കും ഓരോ അഭിപ്രായമാണ്. ഈ ചർച്ചയിൽ 4 പേരുണ്ട് എങ്കിൽ ഈ 4 പേർക്കും ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് 4 തരത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനോ അല്ലെങ്കിൽ പുറത്തു വിടുന്നതിന് പോലും സർക്കാർ തയ്യാറല്ല എന്നുള്ളത് ഒരു ഭാഗം. 2, ഈ സമരത്തിലുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. 1, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതായത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നുള്ളതിനെ ഒന്നും പരിഗണിച്ചുകൊണ്ടല്ല നമ്മൾ ഒരു സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ന്യായവാദങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത് പരിഗണിക്കുന്നത്. അപ്പോൾ അവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന 21,000 രൂപ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഒരു കാര്യമാണോ, ഇവരാവശ്യപ്പെടുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നാട്ടിൽ കേട്ടിട്ടില്ലാത്ത കാര്യമാണോ എന്നതാണ് നോക്കേണ്ടത്.
അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഹെൽത്ത് സെക്ടറിലേക്ക് എത്രത്തോളമുണ്ട്, ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഇവരുടെ ശ്രമം എത്രത്തോളം നിസ്തുലമാണ്, ഈ പരിഗണന ഇവിടെ ഇല്ല. പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കാർഡ് ഇറക്കുന്ന സമയത്തും പറയുന്ന കാര്യങ്ങളെ പവർ ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നത് ഇവരാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത ഇവിടെ ഇല്ല. എന്നിട്ട് കേവലമായിട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് ഈ സമരത്തിനെ അധിക്ഷേപിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ ഇവര് മന്ത്രിയുമായിട്ടൊരു ഡയലോഗിന് വേണ്ടിയിട്ട് ഇവരിൽ പല ആൾക്കാരും വീട്ടിലേക്ക് പോയിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കണ്ടതല്ലേ. എൻ്റെ വീട്ടിൽ ആരും വന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ആരെയും ഇറക്കി വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് നുണയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടു. പിന്നീട് എളമരം കരീമിനെ പോലെയുള്ള നിരവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള ഒരു നേതാവാണ് പറയുന്നത് പാട്ടകൊട്ടലുകാരാണ് ഇതിന്റെ പിന്നിലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം മുതലാണ് ഇവർക്ക് ഈ പാട്ട കൊട്ടുന്നതും ബക്കറ്റ് പിരിവും ഒക്കെ തന്നെ ഇത്രത്തോളം അലർജിയും അസഹ്യവുമായി മാറിയത് എന്നത് ഇവരോട് തന്നെ നമ്മൾ ചോദിച്ചു നോക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർ കൊണ്ടുവരുന്ന പുതിയ നയങ്ങളെല്ലാം വലതുപക്ഷ വ്യതിയാനമാണോ സൂചിപ്പിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള പല ആൾക്കാരും ചോദ്യം ചെയ്തു തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ഇവരുടെ വ്യവസ്ഥാപിതമായിട്ട് ഇവർ സമരങ്ങളെ പിന്തുണച്ചിരുന്ന, സമരങ്ങളെയൊക്കെ തന്നെ പിന്തുണച്ചിരുന്ന ധനാഗമ മാർഗങ്ങളായിട്ട് ഇവർ കണ്ടിരുന്ന ബക്കറ്റ് പിരിവും പാട്ടകൊട്ടലും ഒക്കെ ഇന്ന് അധിക്ഷേപിക്കുന്നതിനുള്ള മാർഗമായിട്ട് ഇവർക്ക് മാറിയിട്ടുണ്ട്. CITU-വിൻ്റെ തന്നെ അവകാശ സമരങ്ങളിൽ നയിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി അവിടെ വന്നിട്ട് സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ്, പിന്നെ എത്രയോ പെരും നുണകൾ. അപ്പം ഞാൻ പറയുന്നത്, ഈ സമരം നയിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ ആ സ്ത്രീകളെ കൂടി അധിക്ഷേപിക്കുന്ന രീതിയിലത്തേക്ക് ഉള്ള പല പ്രസ്താവനകളും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും തൊഴിലാളി സംഘടനകളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത് എന്നത് ആലോചിച്ച് നോക്കുക. വർഗ സമരത്തെ നയിച്ചിരിക്കുന്ന, തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാലവും നിലനിന്നിട്ടുള്ള, അതിൽ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ നോക്കാറില്ല എന്ന് പറയുന്ന CITU-വിന് പോലും കേരളത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ അവർ ന്യായവാദമായിട്ട് അവരുടെ മുദ്രാവാക്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അന്യായമായി മാറുന്നു. 2016 പിണറായി സർക്കാർ ആദ്യം അധികാരമേറ്റതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സ്ത്രീപക്ഷ സമീപനം എന്നത് തന്നെയായിരുന്നു. സ്ത്രീപക്ഷ സർക്കാർ എന്നായിരുന്നുവല്ലോ പറഞ്ഞിരുന്നതും. അതിനാണിപ്പോൾ കളങ്കമുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഈ ദൗർഭാഗ്യം ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ സ്ത്രീകൾക്ക് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, സർക്കാരിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കുത്തിയിരിക്കേണ്ടി വരുന്നത്. ശ്രീമതി ദീപ അനിൽ, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസിന് പോലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ പഴി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൂടി വേണ്ടതല്ലേ ആശാവർക്കർമാരുടെ ഈ സമരം തീർക്കണമെങ്കിൽ? തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെയും ഇടപെടൽ വേണം. ഇവർ രണ്ടുപേരും കൂടി സഹകരിച്ചുകൊണ്ട് നല്ല മെച്ചപ്പെട്ട ജീവിത മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇപ്പൊ കേന്ദ്രമാണ് അത് കൊടുക്കേണ്ടതെങ്കിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായിട്ട് അത് വരുന്നത്? അവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവരത് വാഗ്ദാനമായിട്ട് കൊടുക്കുന്നത്? അതോ എല്ലാ വാഗ്ദാനങ്ങളും ഇതുപോലെ തന്നെയാണ് ഇവര് പുകമറ സൃഷ്ടിച്ചുകൊണ്ടുണ്ടാക്കുന്നതാണ് എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്? അതിനാദ്യം അവർ മറുപടി പറയണം. അത് പറയുമ്പോൾ തടി തപ്പുകയാണ് ചെയ്യുന്നത് മന്ത്രിമാര്. ആരും തന്നെ ഇതിന് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു അവകാശ സമരത്തെ, വർഗബോധമില്ലാത്ത ഒരു വിഭാഗമായിട്ട് CITU-വിന്റെ ഈ ആശാവർക്കർമാരുടെ സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് ഈ CITU-വിന്റെ കീഴിലുള്ള ആശാവർക്കർമാരാണ്. ഞാൻ അവരുടെ പ്രതിനിധികളുമായിട്ട് പല ദിവസങ്ങളിലും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർക്ക് 21,000 രൂപ വേണ്ട, അവർക്ക് ഈ സമരം അനാവശ്യ സമരമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിൽ വെറും ന്യായീകരണ തൊഴിലാളികളുടെ ഒരു രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് CITU എന്ന് പറയുന്ന ഒരു തൊഴിലാളി. അല്ല, അങ്ങനെ 21,000 വേണ്ട എന്ന് അവർ പറയുന്നുണ്ടോ? അവർ CITU അതിനു വേണ്ടിയുള്ള വഴി ഒരുക്കും, അവർ സർക്കാർ സമ്മർദ്ദം ചെലുത്തും, അങ്ങനെയല്ലേ അവർ പറയുന്നത്? അവർ പറയുന്നത് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവർ കേന്ദ്ര ഗവൺമെന്റിനോടാണ് സമരം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ചെയ്തോട്ടെ, പക്ഷേ അടിസ്ഥാനപരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടെ വാഗ്ദാനമായി കൊടുത്തിട്ടുള്ള ഈ ഒരു കാര്യം അവകാശമായി ഉന്നയിക്കുമ്പോൾ എന്തിനാണ് അവർ മാറി നിൽക്കുന്നത്? അതൊരു ഒരു വളരെ ഒരു റെക്കോർഡല്ലേ അത്? അവർ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായിട്ട് കൊടുത്തു എന്നുള്ളത് അതൊരു റെക്കോർഡാണ്. 45-ാമത്തെ അക്കമിട്ട് കൊടുത്തേക്കുന്നതാണിത്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്.
എന്നിട്ട് പോലും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം. പിന്നെ ആദ്യം ഈ ഒരു ആശാ വർക്കർമാരെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് 2 മണിക്കൂർ 3 മണിക്കൂറാണ് അവർക്ക് ജോലി സമയമായിട്ട് പറഞ്ഞിരുന്നത്. ഇതൊരു സന്നദ്ധ സേവനമായിട്ടാണ്. പക്ഷെ 2 മണിക്കൂർ 3 മണിക്കൂർ സമയത്തെ സർവീസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതാണോ അവരുടെ അവസ്ഥ? ഈ പറഞ്ഞതുപോലെ രാവിലെ തുണ്ടെഴുതുന്നത് മുതൽ CHCകളിലും PHC തുണ്ടെഴുതുന്നത് മുതലുള്ള ജോലികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഈ പഞ്ഞി ഉരുട്ടുന്നത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പല വക ജോലികൾ ചെയ്ത് പാലിയേറ്റീവ് കെയർ സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാല്? എപ്പോ വിളിച്ചാലും അവിടെ ഓടി എത്തേണ്ട ഒരു ആൾക്കാരായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. സമൂഹം ഒന്നടങ്കം ആശ്രയിക്കുന്ന, ആരോഗ്യരംഗത്ത് ആശ്രയിക്കുന്ന പൊതുസമൂഹത്തിനെയും ആരോഗ്യ മേഖലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടേഴ്സ് ആയിട്ടാണ് ഇപ്പൊ ആശാ വർക്കർമാർ വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതുമൂലം ഇങ്ങനെ ഈ ഒരു സമരത്തെ നീട്ടി വലിച്ചുകൊണ്ടോ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഗവൺമെന്റ് ഇനി വരാൻ പോകുന്ന ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നത്? നമുക്കറിയാം, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയല്ല ആശാ വർക്കർമാരുടെ ജോലി. അത് സന്നദ്ധമായിട്ടുള്ള മനോഭാവം, നിസ്വാർത്ഥമായ മനോഭാവം ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അവർക്ക് മെച്ചപ്പെട്ട വേതനമോ അവരുടെ ആവശ്യങ്ങളോ അംഗീകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഇനി വരാൻ പോകുന്നവരെ ഏത് രീതിയിലാണ് ഇത് ബാധിക്കുക അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഭാവിയും കൂടെ മുൻനിർത്തിക്കൊണ്ടല്ലേ ഗവൺമെന്റ് ഇത് ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം ആശാ വർക്കർമാരിൽ കൂടി അധിഷ്ഠിതമാണ്. ഈ ഒരു സംവിധാനം തകർന്നാൽ നമ്മുടെ ആരോഗ്യ മേഖല അപ്പാടെ തകരും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഒരു 1000 പേര് റിട്ടയർ ചെയ്ത് പോകുന്നു, ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ഇതിന് പകരം ഒരു 1000 പേര് വരാൻ സന്നദ്ധരാവണ്ടേ? അങ്ങനെ സന്നദ്ധരാവണമെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട വേതനം കൊടുക്കണ്ടേ? ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ എത്ര പേര് ഈ മേഖലയിലേക്ക് കടന്നു വരും നാളെകളിൽ? അത് ചിന്തിക്കണ്ടേ? അപ്പൊ ഈ ഒരു സമരത്തെ വളരെ നിഷേധാത്മകമായി കണ്ടുകൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു രീതിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് CITU എന്നൊരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ സമരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ ആയിരിക്കുമായിരുന്നോ സമീപനം എടുക്കുന്നത്? അങ്ങനെയല്ലല്ലോ. അവരുടെ കൂടെ ഒരു സാന്നിധ്യം ഇതിലുണ്ടെങ്കിൽ എപ്പോഴേ ഈ സമരം ഒത്തുതീർപ്പാവുമായിരുന്നു. അപ്പൊ ഇതിൽ രണ്ടുണ്ട് കാര്യം. ഗവൺമെന്റിന് പുറംതിരിഞ്ഞ് നിൽക്കുകയും വേണം, എന്നാൽ CITU ഇടപെട്ടാൽ മാത്രമേ ഒരു സമരം വിജയിക്കാൻ കഴിയുകയുള്ളൂ. CITUവിന് തൊഴിലാളി മേഖലയിൽ അപ്രമാദിത്വമുണ്ട് എന്ന് കാണിക്കാനും കൂടിയാണ് ഈ സമരത്തെ പരാജയപ്പെടുത്താനായിട്ട് ഗവൺമെന്റ് ബോധപൂർവ്വം ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചിദാനന്ദ, ഇക്കാര്യത്തിൽ CITU കാണിക്കുന്ന ഇരട്ടത്താപ്പ് നേരത്തെയും ചർച്ചയായതാണ്. കാരണം ഇവർ പേരിനെങ്കിലും CITU ഒരു സമരം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയ സമയത്തൊക്കെ CITUവിന്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളാണ്, ഞങ്ങളും സമരം ചെയ്തതാണ് എന്ന്. പക്ഷെ ഇപ്പോൾ അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ CITU ആദ്യം അല്ല എപ്പോഴും അവരുടെ സമരത്തിനൊന്നല്ല, തൊഴിലാളികളുടെ എല്ലാ സമരത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് CITU. സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും. പക്ഷെ ഇതിനെ ചില വ്യക്തികൾ അതിനെ രാഷ്ട്രീയപരമായി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ക്രെഡിറ്റ് കിട്ടാത്തതുകൊണ്ടല്ലേ? CITUവിന് ക്രെഡിറ്റ് കിട്ടാത്തതുകൊണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും സമരത്തിന് എല്ലാ സമരങ്ങളുടെയും പിന്നിൽ അങ്ങനെ രാഷ്ട്രീയപരമായ ഒരു അപ്രമാദിത്വമുള്ള ഒരു നാടാണല്ലോ നമ്മുടെ നാട്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് പ്രത്യേകിച്ച് BJPക്കാര്, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര്, ഇതൊക്കെ അവരുടെ ഒരു സമരമായിട്ട്, ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമരമായിട്ട് രാഷ്ട്രീയമില്ലാത്ത ആശാവർക്കർമാരെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. ആ ഒരു രീതിയാണ് CITUവിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വരാൻ പല നേതാക്കൾ, CITU എന്ന പ്രസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ളതല്ല, അതിലത്തെ ചില നേതാക്കന്മാര് അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തി. അത് തെറ്റ് തന്നെയാണ്, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. സമരം എത്ര ചെറുതായിരുന്നാൽ പോലും സമരത്തെ അധിക്ഷേപിക്കാൻ പാടില്ല, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ സമരം രാഷ്ട്രീയ പ്രേരിതമായപ്പോൾ ആ രാഷ്ട്രീയ പ്രേരിതമായ സമരത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ടി വരുന്നത് തീർച്ചയായിട്ടും CITUവിന്റെ ഭാഗത്തും ഉണ്ടാകും. അതിന്റെ ഭാഗത്തും തന്നെയാണ് അവരങ്ങനെ ഒരു പ്രസ്താവന വിടേണ്ടി വന്നത്. അല്ല, തീർച്ചയായിട്ടും ഒരു ആശാ വർക്കേഴ്സിനുള്ള എതിർപ്പോടല്ല. എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ നല്ലൊരു ശതമാനം പേരും ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചു പോകുന്നവരാണ്. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള കൂടുതൽ പേരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും CPMലോ CPIയിലോ ഇവിടെയൊക്കെ RSPയിലൊക്കെ പ്രവർത്തിക്കുന്ന കുറെ അധികം പേര് ആശാപ്രവർത്തകരുണ്ട്. അപ്പൊ അവരൊന്നും ഭൂരിപക്ഷം പേര് കോൺഗ്രസ്സുകാരല്ല. പക്ഷെ സമരത്തിലൂടെ അതിന് ഒരു രാഷ്ട്രീയ മുഖം നൽകാൻ ശ്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ CITUവിന്റെ ഭാഗത്തുനിന്നോ സ്വാഭാവികമായ എതിർപ്പാണ്. പക്ഷെ സമരം തീർക്കും എന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ അത് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം. അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകണം, വേണ്ടുന്ന ഓണററി ഉയർത്തി നൽകണം, ഇൻസെന്റീവ് ഉയർത്തി നൽകണം. അത് മാത്രമല്ല, അവർക്ക് അവരുടെ സർവീസിൽ നിന്ന് അവർ പോകുമ്പോൾ അവർക്ക് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് മാന്യമായ ഒരു ബെനിഫിറ്റ് അതിൽ ഈ തൊഴിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് നൽകണം. ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ വേദികളിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല സംഘടനകളും LDFിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളും അതിനോട് അനുഭാവമായ ഒരു നിലപാടും എടുത്തിട്ടുണ്ട്.
ശരി, നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അതൊരു പോസിറ്റീവായ കാര്യമാണ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞത്. ആശമാരുടെ സമരം തീർക്കേണ്ടതാണ്, അവരുടെ ആവശ്യങ്ങൾ ന്യായമായതാണ്, അത് അംഗീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമ കൂടിയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആശമാരുടെ സമരം സംസ്ഥാന സർക്കാർ പറയുന്ന കണക്കുകൾ ശരിയോ? ശരിയാണെന്ന് 17% പ്രേക്ഷകർ മാത്രം, തെറ്റാണെന്ന് 79%. പരിപാടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.